അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. അപ്പം നമുക്ക് ഇന്ന് ഒരു വാഴക്കൊല വെട്ടാണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് കായ്ച്ചാണ്. അപ്പോൾ അതൊന്ന് വെട്ടിട്ടോ. മൂത്തിട്ടുണ്ട്, ഒരു പഴം ഇങ്ങനെ പൊത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി വവ്വാലൊന്നും തൊടണ്ട വിചാരിച്ചുകൊണ്ട് വേഗം വെട്ടിട്ടോ. രാവിലത്തെ പണി അതാണ് ഇന്ന്. അപ്പോൾ എൻ്റെ ആങ്ങളുടെ മോനോടാണ് ഒന്ന് വെട്ടി തരുമെന്ന് വെച്ചപ്പോൾ നമുക്കൊന്നും വെട്ടാൻ വയ്യ, നല്ല എകരണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയാണെങ്കിൽ തീരെ മൂർച്ചയില്ലാണ്. അവന് കുറേ പ്രാവശ്യം വെച്ച് ആഞ്ഞ് വെട്ടിയാണ്ടാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ കൊല തരക്കടില്ലാത്തൊരു കൊല കേട്ടോ. നമുക്ക് ആദ്യമായിട്ടുണ്ടായ കൊലയാണ്. എന്തായാലും അൽഹംദുലില്ലാ, നമുക്ക് നമ്മളെ പറമ്പിലുണ്ടാകണമല്ലേ, അത് ഏറ്റവും സന്തോഷമല്ലേ. അപ്പോൾ ഉണ്ണിത്തണ്ട് എടുക്കാമെന്ന് തന്നെ അവനക്കും നല്ല ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ണിത്തണ്ടൊക്കെ അവന് തന്നെ പൊളിച്ച് തന്നിട്ടോ, എൻ്റെ ആങ്ങളുടെ മോനക്ക് പൊളിച്ച് തന്ന്. അപ്പോൾ ഞാൻ 2 പീസ് എടുത്ത് ബാക്കി എല്ലാവർക്കും കൊടുത്ത്, അവർക്കും മറ്റാങ്ങളമാർക്കൊക്കെ കൊടുത്ത്. അപ്പോൾ അത് ഇനി പിന്നെ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ നമ്മളെ കൊല ഇവിടെ സ്റ്റോർ റൂമിൽ കൊടുന്ന് കെട്ടി തൂക്കി തന്നിട്ടാ. ഇനി അവിടെ നിന്ന് അങ്ങനെ പോത്തോളൂല്ലേ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരുടെ സ്നേഹിതൻ്റെ ഒരു ഹോട്ടലിലേക്ക് പോയി. ഇങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോവുകയെന്ന്. അപ്പോൾ ഇങ്ങനെ ഏതായാലും അവിടെ കയറുക നമ്മളൊന്നും പറയാണ്ട് കുറച്ച് പുറത്തൂര് ആസ്പത്രി പടിയാട്ടാ. അപ്പോൾ അവിടെ പോയി കുറേ അയക്കണവരെ കണ്ടിട്ട് അപ്പോൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ ഒന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കണില്ലല്ലോ, കല്യാണമുണ്ട്. അപ്പോൾ അവർ ഹോട്ടലിലൊന്ന് പോയി കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ കല്യാണത്തിൻ്റെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അവർ രണ്ടാമത് കണ്ടുമുട്ടിയപ്പോൾ പിന്നെ വർത്താനം പറഞ്ഞിട്ട് ഒഴിവാകണില്ല. അപ്പോൾ അവിടുന്ന് ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഇവർ ഭാര്യയും ഭർത്താവും തന്നെ കേട്ടോ ഈ ഹോട്ടൽ നടത്തുന്നത്. മോൾക്കിന്ന് കോളേജ് ഇല്ലാതായപ്പോൾ അമ്മനെ സഹായിക്കാൻ വേണ്ടി ഒന്ന് കൂടിയതാട്ടോ. ഇവർ വിറക് അടുപ്പിലാണ് ചോറ് വെക്കണം, ബാക്കിയൊക്കെ ഗ്യാസ് മേലട്ടാ. ഇതാണ് ആൾ, ഉമേഷ് എന്നാണ് പേര്. ഭാര്യൻ്റെ പേര് സൗമ്യ എന്നാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ച് അവർ കുറേ പറഞ്ഞ് ചോറ് വെച്ചിട്ട് പോകാം. അപ്പോൾ നമുക്ക് കല്യാണമുള്ളതല്ലേ, അപ്പോൾ കല്യാണത്തിന് ഇങ്ങനെ പോകാനുണ്ട്, അതുകൊണ്ടാണെന്ന് തന്നെ. അല്ലെങ്കിൽ അവിടുന്ന് ചോറ് കഴിക്കാമെന്നും പറഞ്ഞ് ഇതാക്കി. അങ്ങനെ കല്യാണത്തിന് പോരാൻ വേണ്ടി കണ്ട്. പിന്നെ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1:30 മണിയായതിന് ശേഷം ഭയങ്കര തിരക്കായിട്ടാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ അധികം അവിടെ ഇരുന്ന് അവരെ ബുദ്ധിമുട്ടിക്കണ ശരിയല്ലല്ലോ. അപ്പോൾ കല്യാണമുള്ള ഇത് അല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ചെയ്യാം. അങ്ങനെ വന്ന് കല്യാണത്തിന് ഇങ്ങോട്ട് ബ്ലോക്കും ഭയങ്കര മഴയൊക്കെ പാടി എത്തിയപ്പോൾ 2:30 മണി കഴിഞ്ഞിട്ടാണ് കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ എത്താനായപ്പോൾ മൂപ്പർക്കൊരു മടി, ഇനി കല്യാണത്തിന് പോകണ്ട, ഞാനില്ല, ഇത്രയും നേരമായില്ലെന്നും പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ചോറ് ആണെങ്കിൽ വീട്ടിൽ വെച്ചിട്ടില്ല, പോയോടത്ത് നിന്ന് തിന്നതും ഇല്ല, കല്യാണത്തിന് പോകാൻ വിചാരിച്ചുകൊണ്ട്. അങ്ങനെ ഏതായാലും അതിൻ്റെ അടുത്തുള്ള കലീസ് കയറി. ഇവിടെ വിരിച്ചിട്ടുണ്ടാവുമല്ലേ. അങ്ങനെ അവർ ഓർഡർ ചെയ്താൽ പിന്നെ കുറേ നേരം ഇരിക്കണ്ട അങ്ങനത്തോടത്തൊക്കെ പോയാൽ. അപ്പോൾ അവർ ആദ്യം തന്നെ ആട്ട് സൂപ്പ് കൊടുന്നു തന്നിട്ടോ. പിന്നെ മോനപ്പോൾ ഒരു ജ്യൂസും ചോദിച്ച്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ ചോറ് ഞാനും മൂപ്പരും ചട്ടിച്ചോറാണ് വാങ്ങിയത്. പിന്നെ മോനക്കൊരു ബിരിയാണി വാങ്ങിക്കൊടുത്തു. കല്യാണത്തിൻ്റെ അന്ന് കൊടുന്നതല്ലേ, കല്യാണത്തിന് പോകാതായപ്പോൾ അവനക്ക് ബിരിയാണി തന്നെ വേണം തന്നെ. അപ്പോൾ ഒന്നാച്ച് ബിരിയാണി എന്നാൽ ഞങ്ങൾ സാധാ ചോറ് തിന്നോളാന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറ് വാങ്ങി. നമുക്ക് ഓരോരുത്തർ പഠിച്ചോൻ കണക്കാക്കണ ആളല്ലേ, ഓരോ നേരത്തെ റിസ്ക്. നമ്മൾ കല്യാണത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ വേറെ ഹോട്ടലിൽ പോയി അവിടെ ചോറ് കഴിക്കാൻ അവർ നമ്മളോട് പറഞ്ഞ് ചോറ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ നമ്മളില്ല, കല്യാണത്തിന് പോകണമെന്നും പറഞ്ഞാണ് നമ്മൾ പോകുന്നു. ഇങ്ങോട്ട് എത്തിയപ്പോൾ റോഡത്തെ ബ്ലോക്കും മഴയും ഒക്കെ പാടിയായിട്ട് ടൈമും തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ ഇതിലാണ് ഇപ്പോൾ കയറി. ഇവിടെ വിരിച്ചിട്ടുണ്ടാകല്ലേ, നമ്മൾ വിചാരിക്കണമല്ലല്ലോ നടക്കുക. അപ്പോൾ ഏതായാലും ഇവിടുന്ന് സാധാ ചോറൊക്കെ വേവിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴുള്ളൊരു മഴ, ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ സെക്യൂരിറ്റി പിന്നെ ഓരോ കുടയിട്ട് എല്ലാവരും പിന്നാലും വരുന്നുണ്ട് കേട്ടോ. വണ്ടി കയറോളം സെക്യൂരിറ്റി ഓരോ കുട കൊടുന്നു തരികയാണ്. നമ്മൾ വണ്ടി കയറിയതിന് ശേഷം സെക്യൂരിറ്റി കുടയിട്ട് അങ്ങോട്ട് തന്നെ പോകുക കേട്ടോ. അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട്. അങ്ങനെ ഏതായാലും നല്ല പെരുത്ത മഴ, റോഡാണെങ്കിൽ ഭയങ്കര ബ്ലോക്കും. അതുകൊണ്ടാണ് കല്യാണത്തിന് എത്താൻ നേരം വൈകിയത്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴേ അവരാണെങ്കിൽ കടയിൽ നിന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ പാടി നേരം വൈകി. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറിയും സാധനമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ പോണ പോക്കിൽ തന്നെ നമ്മളെന്നാൽ നെസ്റ്റോയിലൊന്ന് കയറാൻ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ പോകാൻ അങ്ങനെ വാങ്ങാച്ചിട്ടാണ്. കുറ്റിയുണ്ടോ കുടയിട്ടൊക്കെ നിൽക്കണമെങ്കിൽ വരുന്നവർക്ക് ചൂടാൻ വേണ്ടിയിട്ടാണ് അയാൾ നിൽക്കുന്നത്. അത്രയും മഴ ഉണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റണില്ല കേട്ടോ. അങ്ങനെ ഏതായാലും അയാൾ ഒപ്പം നിന്ന് വണ്ടിയാണെങ്കിൽ
നിർത്താതെ പോവുകയാണ്. മഴ ഒന്നും ആൾക്കാർക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോരെത്തി കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ അവനക്ക് മാഗി കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് മാഗിക്ക് ഇതാക്കി. അങ്ങനെ എന്നാൽ ഒരു പാത്രം വാങ്ങിക്കോന്നും പറഞ്ഞുകൊണ്ട് അവരൊരു പാത്രം വാങ്ങി വീട്ടിൽ കഥയിട്ട് ഞങ്ങൾ പോന്നിട്ടാ. അവനവിടെ രാത്രിയാണ്. അപ്പോൾ പിന്നെ രാത്രിയായില്ലേ. രാത്രി അന്ന് മാഗിയാണ് അവൻ കഴിച്ചത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പോരായ്മകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും ക്ഷമിക്കുക. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.